കൊക്കോ ചിപ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് അർജൻറ്റായിട്ട് വേണ്ട ഒരു മീഡിയം ആണ്. പ്രത്യേകിച്ച് ഓർക്കിഡ്സ് ആന്തോറിയത്തിനൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയത്ത് വളരെ അർജൻറ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മീഡിയം ആണ് നമ്മുടെ കൊക്കോ ചിപ്സ്. അപ്പോൾ ഈ കൊക്കോ ചിപ്സ് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും പ്ലാന്റ്സിൽ ഇടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കൊക്കോ ചിപ്സ് നമുക്ക് വീട്ടിലുള്ള തൊണ്ടുകൾ കട്ട് ചെയ്ത് അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വരുന്നത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കൊക്കോ ചിപ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ തൊണ്ടുകൾ നമ്മൾ നന്നായിട്ട് പ്രോസസ്സ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇതിൽ ചെറിയ പുളിപ്പ് രസം നമ്മുടെ പ്ലാന്റ്സിൽ ഭയങ്കരമായിട്ട് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇത് കണ്ടോ, തൊണ്ടിൻ്റെ പീസ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് വേണ്ട ഈ പീസുകൾ വെള്ളത്തിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള തൊണ്ടിൻ്റെ പീസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതുപോലെ വാഷ് ചെയ്ത് ഒരു 3 തവണ വാഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിരുന്നാലും നന്നായിട്ട് ആ പുളിപ്പൊക്കെ പോയി കിടക്കും. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു 1 വീക്ക് തുടർച്ചയായിട്ട് വെള്ളം മാറ്റി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ കൊട്ടയിൽ അരിച്ചെടുത്ത് വീണ്ടും നമ്മൾ സാഫിൽ മുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള കൊട്ടകളിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിയിടണമെങ്കിൽ തട്ടിയിടാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ നമുക്കിത് മുക്കിയിടാം കേട്ടോ. അപ്പോൾ ഈ സാഫിൻ്റെ സൊല്യൂഷനിൽ നന്നായിട്ട് കഴുകണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ക്ലിയറായി നല്ല പ്യുവർ ആവും നമ്മുടെ കൊക്കോ ചിപ്സ്. ഇതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് വെള്ളത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം. ഇനിയാണിത് വെയിലത്തിട്ട് നമ്മൾ ഉണക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചാക്കിലോ എവിടെയെങ്കിലും ഇച്ചിരി വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്കിതുപോലെ വിരിച്ചിടാം. ഇത് നല്ലതായിട്ട് നിരത്തിയിട്ട് ഇനി ഉണങ്ങിയിട്ടാണ് നമുക്ക് കഴിയുന്നത് പോട്ടിങ്ങിന് എടുക്കേണ്ടത്. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കളറിൽ ഇങ്ങനെ കിട്ടും. നമുക്കിപ്പോൾ വെറ്റായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇത് നമ്മളിവിടെ തന്നെ കട്ട് ചെയ്ത പീസുകളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ 2 രീതിയിലും നമുക്ക് നടാൻ പറ്റും. ഡ്രൈ ആയിട്ട് നടാം, വെറ്റായിട്ടുള്ള പീസുകളും നടാം. എപ്പോഴും നല്ലത് ഡ്രൈ ആയിട്ടുള്ള പീസ് തന്നെ നടുന്നതാണ് കേട്ടോ.